ഹലോ. അപ്പോൾ കസിൻ്റെ കല്യാണം പ്രമാണിച്ച് ഞാൻ ഇന്നൊന്ന് മൈലാഞ്ചി ഇടാമെന്ന് കരുതി. അപ്പോൾ ഇത് ഫ്രൈഡേ ആണ് എടുക്കുന്നത് കേട്ടോ. കല്യാണം സൺഡേ ആണ്. മൈലാഞ്ചി ഇടാൻ പോവാണ്. അപ്പോൾ എൻ്റെ ഒരു കുഞ്ഞനിയത്തി കുട്ടിയാണ് എനിക്ക് മൈലാഞ്ചി ഇട്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷത്തിൽ കിടക്കാം. ഓക്കെ. അപ്പോൾ ആദ്യം തന്നെ ഇലൈനാക്കാണ് കേട്ടോ മൈലാഞ്ചി ഇടുന്നത്. നമുക്ക് ഭയങ്കര ആഗ്രഹമാണ് ഇങ്ങനത്തെ ഈ മേക്കപ്പ് കാര്യങ്ങൾ, മൈലാഞ്ചി ഇതൊക്കെ. അപ്പോൾ ഈ ഡിസൈനാണ് നമ്മൾ ഇടാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷെ അവൾ കുഞ്ഞല്ലേ, അവൾ കൈയൊന്നും നേരെ വെച്ച് കൊടുക്കൂല. പിന്നെ മടക്കി 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 ഭയങ്കര പാടാണ്. പക്ഷെ അവൾക്ക് ഇതൊക്കെ ഇടണം, എല്ലാം അവൾക്ക് ഇടണം. അങ്ങനെ ഇടാണ്. പക്ഷെ നല്ല രസമാണ് കേട്ടോ. അവളെ കുഞ്ഞി കയ്യിൽ അവളിങ്ങനെ പതുക്കെ മൈലാഞ്ചി ഇടും. അവള് വീട് നമ്മൾ നല്ല പോലെ ഒന്നും മൈലാഞ്ചിടാൻ വെച്ച് തരൂല. അപ്പോൾ മൈലാഞ്ചി ഇട്ട് കൊടുത്ത് അവൾ നല്ല ക്ഷമയോടെ കാത്തിരിക്കാനായിട്ട് ഡിസൈൻ എങ്ങനെയാവുന്നു. പക്ഷെ ഇത് അത്ര നേരമൊന്നും കയ്യിൽ വെച്ചിരിക്കൂല. ഇത് ഇട്ട് കഴിയണത് അവൾ കഴുകണം എന്ന് പറയും. അതുകൊണ്ട് പിന്നെ അവളുടെ ഒരു വാശിക്ക് വേണ്ടി, അല്ലെങ്കിൽ അവളുടെ സന്തോഷത്തിനോട് ഇട്ട് കൊടുക്കുന്നുള്ളൂ. നമുക്കിതൊക്കെ ഭയങ്കര താല്പര്യമാണ്. കൈ മടക്കി മടക്കി എല്ലായിടത്തും തേച്ച് പിടിച്ചാണ് ഇടുന്നത്. പക്ഷെ അവൾക്കത് ഇടണം, അതാണ് അവളുടെ കാര്യം. കൈ കാണിച്ചതോ? ആ കൈ ഇവിടെ ലവ് ടാറ്റാ വരാം. അപ്പോൾ ഞങ്ങൾക്ക് ഇടാനുള്ള മെഹന്തി കോണ് കൊണ്ടുവന്നിട്ടില്ല. അത് കിട്ടാൻ കുറച്ചുകൂടെ ടൈം ആവുമെന്ന് കരുതി ഞങ്ങളൊന്ന് പുറത്ത് അപ്പുറത്തെ വീട്ടിലൊക്കെ ഒന്ന് പോകാമെന്ന് കരുതി ഇറങ്ങിയതാണ്. മഴയൊക്കെ പെയ്തുകൊണ്ട് നല്ല ഒരു ചെളിയൊക്കെ പിടിച്ച് കിടക്കുമായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, നല്ല വൈബായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ പോയിട്ട് നമ്മൾ മൈലാഞ്ചി വന്നു എന്ന് വിളിച്ചു. ഞാൻ എന്താ മൈലാഞ്ചിയുടെ സെറ്റായി. അപ്പോൾ ഈ കാണുന്ന ഡിസൈനാണ് ഞങ്ങൾ ഇടാൻ പോകുന്നത്. ഇട്ട് തുടങ്ങിയപ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ 9 മണിയായി കേട്ടോ. 9 മണി കഴിഞ്ഞു. എൻ്റെ കല്യാണത്തിന് ശേഷം ഞാൻ കുറേ നേരം ഇരുന്നപ്പോഴേക്കും അയ്യോ എൻ്റെ നടു ഒടിഞ്ഞു. അപ്പോൾ ഇട്ട് തരുന്ന ആ കുട്ടിയുടെ കാര്യവും. ഇത് അസ്നയാണ് കേട്ടോ, ഐഷയുടെ അനിയത്തി. അവൾക്ക് ഇതൊക്കെ ഭയങ്കര താല്പര്യമാണ്, ഈ മൈലാഞ്ചി ഇടുന്നതും മേക്കപ്പ് സംഭവങ്ങളൊക്കെ ചെയ്യുന്നതും ക്രാഫ്റ്റ് ചെയ്യുന്നത്. അവൾക്ക് ക്രാഫ്റ്റിനൊരു പേജുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ, ഡയറക്റ്റ് ഡ്രീം. അത് ഹാമ്പേഴ്സും ഒക്കെ ചെയ്യും. അടിപൊളിയാണ് കേട്ടോ. നീയാണ് മൈലാഞ്ചി തുടങ്ങാടല്ലോ. ഇതിൽ കഴിച്ചോ? ചപ്പാത്തിയും ഉരുളക്കിഴങ്ങ. മൈലാഞ്ചി അപ്പം ഇട്ട് തുടങ്ങി. ഇത്ര സ്റ്റാർട്ടിങ് ആണ്, ഇത്രയായി. അവൾ അനങ്ങലേ എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ഞാനെന്താ കാര്യം പറയുമ്പോഴേക്കും എൻ്റെ കൈ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആകും. അത് അവൾക്ക് നല്ല ബുദ്ധിമുട്ടായി കേട്ടോ. അവളുടെ ഡിസൈൻ കോൺസെൻട്രേഷൻ തെറ്റുന്നു. ഞാനിങ്ങനെ കാര്യം പറഞ്ഞ് കൈ ചരിഞ്ഞു പോകുന്നു. അങ്ങനെ മൈലാഞ്ചി കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടും കോൺ കൊണ്ടുവരാൻ നല്ല വൈകി. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു നല്ലൊരു നെയിൽ കോൺ വെച്ചാണ് ഇടുന്നത്. പക്ഷേ ഈ നെയിൽ കോൺ കൊള്ളായിരുന്നു കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ആർട്ടിഫിഷ്യൽ അല്ല, നമ്മുടെ വീട്ടിൽ അരയ്ക്കുന്ന മൈലാഞ്ചി തന്നെ അവർ ചെയ്ത് വീട്ടിൽ ചെയ്യുന്നതാണ്. ഒരു 2 പിള്ളേർ ചെയ്യുന്ന സംഭവമാണ്. അടിപൊളിയായിരുന്നു, എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതായിരുന്നു ഫൈനൽ വന്നത്. ഫൈനലായിട്ടില്ല, കുറച്ചും ഡിസൈൻസ് ഉണ്ട്. പക്ഷേ എനിക്ക് ലാസ്റ്റൊക്കെ ആയപ്പോഴേക്കും നടുവൊക്കെ വേദന എടുക്കാൻ തുടങ്ങി, ഇരിക്കാനൊക്കെ പാടാണല്ലേ. എന്തായാലും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നീട് ഞങ്ങൾ കഴിക്കാൻ പോയി. അപ്പുറത്തെ 2 കയ്യിൽ വിടണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ സമയം അപ്പോഴേ നല്ല വൈകിയത് കാരണം വീട്ടിൽ തിരിച്ച് പോകണം. അതുകൊണ്ട് ഒരു കയ്യിലേ ഇട്ടുള്ളൂ. പിന്നെ നല്ല താമസിച്ച് പോയി. എന്തായാലും ഇത് അടിപൊളിയായി കേട്ടോ. താമസിക്കാൻ കാരണം വേറൊന്നുമല്ല, ഈ കുഞ്ഞിൻ്റെ പിറകെ അവൾ ഓരോ പ്രശ്നങ്ങൾ, ഈ കുഞ്ഞല്ലേ, അപ്പോൾ അവൾ കരയുമ്പോൾ ബാക്കിൽ പോകണം, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് താമസം, അല്ലെങ്കിൽ പെട്ടെന്ന് കഴിഞ്ഞനായിരുന്നു. എന്തായാലും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ അസ്ന കലക്കി, മെഹന്തി ആർട്ടിസ്റ്റാണെന്ന് അവൾ തെളിയിച്ചു. നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതെങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? അപ്പോൾ അങ്ങനെ മെഹന്തി ഇട്ടതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇലുവാണെങ്കിൽ പൂച്ചയെ ഭയങ്കര പഞ്ചറാക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ
ചപ്പാത്തിയും ഉരുളക്കിഴങ്ങ് കറിയൊക്കെ കഴിക്കാൻ വേണ്ടി പോവാണ്. അത് കഴിഞ്ഞിട്ട് കഴിച്ചതിന് ശേഷം അടുത്ത് ഐഷക്ക് മൈലാഞ്ചി ഇടുന്ന പരിപാടിയാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഇലൂനിട്ട ഡിസൈനാണ് അവൾക്ക് ഇഷ്ടപ്പെട്ടത്, ഇലേന കുട്ടിക്ക്. അപ്പോൾ അതുപോലത്തെ ഒരു ഡിസൈൻ സിമ്പിളായിട്ട് മതി പറഞ്ഞാൽ അവൾ മൈലാഞ്ചി ഇടാൻ പോയിരിക്കുകയാണ്. പിന്നെ അങ്ങനെ അവളുടെ മൈലാഞ്ചി ഇടൽ സ്റ്റാർട്ട് ചെയ്തു. എന്താ ചെയ്യണ? മസാജ. I love you ഇലു. അടുത്ത